യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഇന്ന് പാപമില്ലാത്തവരെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയാകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലായി താൻ ഭൂമിയിലേക്ക് വന്നത് പാപിയായ മനുഷ്യരുടെ പാപക്കടം തീർക്കുവാൻ വേണ്ടിയാണ്. ആദാമ്യ സന്തതികളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി താൻ ഒരിക്കലായി സ്വർഗലോകം വിട്ട് താണ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി അവതരിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മനുഷ്യർ ചെയ്യുന്നത് പോലെയും മനുഷ്യൻ ജീവിക്കുന്നത് പോലെയും ജീവിച്ച് അവസാനം പാപമില്ലാത്തവനെ പാപിയെപ്പോലെ ഘോഷിച്ച് ഈ ലോകം യാത്രയാക്കുകയുണ്ടായി. എന്നാൽ യേശു മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷമായി ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ ഒലിമലയിൽ നിന്ന് ശിഷ്യന്മാർ അവന്റെ മുൻപാകെ നിരന്നു നിൽക്കുകയാണ്. അവൻ ശിഷ്യന്മാരോടായി ഇപ്രകാരം പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവെഴുത്തിൽ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇനിയും മടങ്ങി വരും എന്ന് ക്രൈസ്തവ ജനതകൾ ഒന്നടങ്കം വിശ്വസിക്കുകയാണ്. എപ്രകാരമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ഒലിമലയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനായി നിൽക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നിട്ട് നിരനിരയായി നിൽക്കുമ്പോൾ യേശു അവരുടെ ഹൃദയം കണ്ടിട്ട് പറഞ്ഞു, അവരുടെ മുഖഭാവം കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുന്നു, ശേഷം ഞാൻ നിങ്ങളെ എന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതുമായി. ആകയാൽ അതിന്റെ ഒന്നും ഉദ്ദേശങ്ങളോ അർത്ഥസിദ്ധമോ ഒന്നും ഈ ശിഷ്യന്മാരായിരിക്കുന്ന സഹോദരങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒരു വ്യക്തി ചോദിച്ചു, ഒരു പക്ഷേ പത്രോസായിരിക്കാം, താനാകുന്നതിന് എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ ചാടി ഇറങ്ങുന്നത്. പത്രോസായിരിക്കുമെന്ന് ഞാൻ നിഗമിക്കുകയാണ്. എങ്ങനെയാണ് കർത്താവേ അതിന്റെ തിരിച്ചറിയാളം ഞങ്ങൾ അറിയുന്നത്? അതെങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കുമെന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് തന്റെ തിരുവായ് വഴി പറഞ്ഞത് ഇപ്രകാരമാണ്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. കടലിന്റെയും ഓളത്തിന്റെയും തിരമാലയുടെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമമുണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിൽ എന്ത് ഭവിക്കുവാൻ പോകുന്നുവെന്ന് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ പേടിച്ച് നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ മഹാശക്തിയോടും തേജസ്സോടും കൂടെ ഭൂമിയിൽ വെളിപ്പെടും എന്ന് അരുളപ്പാടുണ്ടായി.